Good evening. Good evening to all. Voice clear അല്ലേ? കേൾക്കാമോ? ഓക്കെ, നിങ്ങൾ റിപ്ലൈ തരണം. ടെക്സ്റ്റ് മെസ്സേജ് വേണ്ട, എനിക്ക് വോയിസ് കേൾക്കണം. ഞാൻ ചോദിക്കുമ്പോ മനസ്സിലായെങ്കിൽ മനസ്സിലായിന്നോ, അല്ലെങ്കിൽ ക്ലിയർ അല്ലേന്ന് ചോദിക്കുമ്പോ ജസ്റ്റ് ഒന്ന് വോയിസിൽ പറയണം കേട്ടോ. മ്യൂട്ട് മാറ്റി. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് ഇല്ലാണ്ടായാൽ നമുക്ക് ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുമ്പോൾ എന്തെങ്കിലും മറുപടി തരണം. ഓക്കെ, നമ്മുടെ ഏത് ചാപ്റ്റർ 7 വരെ, അതായത് മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ മഴയില്ല, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണെന്ന്. ഫസ്റ്റ് മൊഡ്യൂളിലെ 7 ചാപ്റ്ററും നമ്മൾ ഫിനിഷ് ചെയ്തു. ലാസ്റ്റ് ക്ലാസ്സിൽ ആരും ഉണ്ടായില്ല. അപ്പൊ ഇന്ന് സെക്കൻഡ് മൊഡ്യൂള് മെക്കാനിക്സ് ഓഫ് ദ സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ്, അതാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ നിങ്ങൾ അറിഞ്ഞു കാണും, കഴിഞ്ഞ ബാച്ചിലെ കുട്ടികളുടെ റിസൾട്ട് വന്നിരുന്നു. സിലബസ് മാറിയതിനു ശേഷം നടത്തിയതാണ്. ഫസ്റ്റത്തെ എക്സാം ആയിരുന്നു കഴിഞ്ഞ ബാച്ചിൻ്റെത്. എൻ്റെ അടുത്ത് 3-4 പിള്ളേര് സയൻസ് ബാച്ചിലുള്ളവർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരെല്ലാത്തിനും പാസ്സായി എന്നും പറഞ്ഞ്. അപ്പോ നന്നായിട്ട് പഠിച്ച് അവരുടെ ഒക്കെ കോണ്ടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ചോദിച്ചു നോക്കുക. എല്ലാത്തിനും പാസ്സായവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് പാസ്സായേക്കണത്. അപ്പോ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിക്കാണ് എല്ലാവരുടെയും മാർക്ക് ലിസ്റ്റ് എടുക്കുമ്പോൾ ബയോളജിയേക്കാൾ ഫിസിക്സിനും കെമിസ്ട്രിക്കാണ് മാർക്ക് കുറവ് വരുന്നത്. പ്രാക്ടിക്കൽസ് ഉണ്ടെങ്കിലും ഇന്റേണൽസ് ഉണ്ടെങ്കിലും ഒക്കെ മാർക്ക് കുറവ് എപ്പോഴും ഫിസിക്സും കെമിസ്ട്രിക്കാണ് വരുന്നത്. നമുക്കറിയാം, ടഫാണ്. പോരാത്തതിന് പുറത്തു നിന്ന് ചോദിക്കും. ആപ്ലിക്കേഷൻസ് ലെവലായിട്ടാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അല്ലാതെ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ എന്നുള്ള മട്ടില് ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും ചോദിക്കൂല. അപ്പൊ അത്രയും ഡെപ്തില് പഠിത്തം നടക്കണം. ഇപ്പൊ എല്ലാ ദിവസവും ക്ലാസ്സിൽ മാക്സിമം കയറാൻ നോക്കുക. കയറാത്തവര് റെക്കോർഡ് ക്ലാസ് കാണുക, നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക. നിങ്ങൾക്ക് വേറെ ആരും തന്നെ ജോലിക്ക് പോകുന്നവരായിട്ട്, ഇപ്രാവശ്യത്തെ കുട്ടികളായിട്ട് എനിക്ക് വലിയ ഇതില്ല. അപ്പോ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ടൈം കണ്ടെത്താൻ, അല്ലാത്തവരാണെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. ഓക്കെ, ദെൻ മൊഡ്യൂൾ സെക്കൻഡ് മെക്കാനിക്സ് ഓഫ് ദ സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ചാപ്റ്റർ 8 ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദി സോളിഡ്സ്. ഓക്കെ, ടെക്സ്റ്റ് എടുത്തോ. പേജ് നമ്പർ 150. പേജ് നമ്പർ 150. വരാത്തവര്, അതായത് കഴിഞ്ഞ ക്ലാസ്സിലൊന്നും കയറാത്തവര് റെക്കോർഡ് ക്ലാസ് കാണുക. കണ്ടിട്ട് 7th ചാപ്റ്റർ വരെയുള്ളത് പഠിക്കുക. ഞാൻ ആ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. അതായത് ഇത് ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞ ആ സംഭവങ്ങളൊന്നും പഠിക്കാതെ പോവരുത്. എല്ലാം പഠിച്ചില്ലെങ്കിലും ആ ന്യൂട്ടൺസിന്റെ ലോ, ഇക്വേഷൻസ് അനുസരിച്ച് പ്രോബ്ലംസ് ചെയ്യാൻ, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ യൂണിറ്റ്സ്, ഒരുപാടിന്റെ യൂണിറ്റ്സുകൾ പഠിച്ചുകൊണ്ട് പോകണം. കാര്യം 1 വേർഡ് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് യൂണിറ്റ്സ് ചോദിക്കാം, ഡയമെൻഷൻസ് ചോദിക്കാം. അപ്പോ അതൊന്നും പഠിക്കാതെ നമ്മൾ എക്സാം എഴുതാൻ പോവരുത്. ഓക്കെ, ദെൻ മൊഡ്യൂൾ സെക്കൻഡ് മെക്കാനിക്സ് ഓഫ് ദ സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ്, ചാപ്റ്റർ 8 ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ സോളിഡ്. ഫസ്റ്റ് പേജ് നമ്പർ 115 ആണ്, 115. ഓക്കെ, അപ്പോ നമ്മള് ക്ലാസ് എടുക്കുമ്പോൾ ഇമ്പോർട്ടൻസിന് നമ്മൾ കുറച്ചും കൂടി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ കുറച്ചും കൂടി ഇതിൽ പറയും. അല്ലാത്തത് നമുക്ക് പഠിച്ചു വിട്ടാൽ മതി. വെറുതെ അതിനെ കുറെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ?
ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ സോളിഡ്. സോളിഡ് ആണ് കേട്ടോ ഫസ്റ്റത്തത്. നോക്കി ഇതിന്റെ ആദ്യം തന്നെ എന്താണ് ഇലാസ്റ്റിസിറ്റി? വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി എന്നൊരു ബേസിക് നമ്മുടെ ഇതല്ല, ഞാൻ വേറൊരു ഗൈഡ് എന്ന് പറയുന്നതാണ് എന്താണ് ഇലാസ്റ്റിസിറ്റി. Elasticity is the property of the material to regain the original state on the removal of the deforming force. നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന്റെ ഷേപ്പിന് വ്യത്യാസം വരികയും ആ ഫോഴ്സ് നമ്മള് തിരിച്ചെടുക്കുമ്പോൾ അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് നമുക്ക് പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന വസ്തുക്കളാണ് എന്ത് വസ്തുക്കളുടെ ഇതാണ് എന്തെന്ന് പറയുന്നത് ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കഴിവാണ് അതിന്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, elasticity is the property of the materials to regain the original state on the removal of the deforming forces. നമ്മൾ കൊടുക്കുന്ന ബലം എന്ത് ചെയ്താ എടുത്താല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സംഭവത്തിന് വീണ്ടും പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന വസ്തുക്കളാണ് ഇലാസ്റ്റിക് മെറ്റീരിയൽസ്. നമ്മളിപ്പോ റബ്ബർ ബാൻഡ് ഒക്കെ അല്ലേ, അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് ഇലാസ്റ്റിസിറ്റി. ആ പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിസിറ്റി. ഇനി എന്താണ് സ്ട്രെസ്, എന്താണ് സ്ട്രെയിൻ? ആരാണ് മ്യൂട്ട് ചെയ്തത്? സാഹിർ. ഓക്കെ, ദെൻ വാട്ട് ഈസ് സ്ട്രെസ് ആൻഡ് വാട്ട് ഈസ് സ്ട്രെയിൻ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ ചാപ്റ്ററിൽ ഫസ്റ്റ്. ആൻഡ് സ്റ്റേറ്റ് ഹുക്സ് ലോ ചോദിക്കലുണ്ട് കേട്ടോ. വാട്ട് ഈസ് സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ് ആൻഡ് സ്റ്റേറ്റ് ഹുക്സ് ലോ. എന്താണ് സ്ട്രെസ്? ദ ഇന്റേണൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ of cross section of a deformed body is called stress. അതായത് ഒരു ഏരിയയിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അല്ലെ, സ്ട്രെസ് ചെയ്യുക എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെ. അതായത് റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ ഏരിയ, അതാണ് F/A, അതാണ് സ്ട്രെസ്. അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ദ ഇന്റേണൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ, അതാണ് സ്ട്രെസ്. നമ്മൾ ഒരു ഏരിയയിൽ കൊടുക്കുന്ന ഫോഴ്സ്. അപ്പോ ദാറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് എന്ത്? സ്ട്രെസ്. ഓക്കെ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് പെർ ഏരിയ, ദാറ്റ് ഇസ് F/A. യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. നോക്കിയ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൽ എന്താ കൊടുത്തേക്കുന്നത്? ഡെഫിനിഷൻ: ദ ഇന്റേണൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ ഡിഫോംഡ് ബോഡി ഈസ് കോൾഡ് സ്ട്രെസ്. ഇനി എന്താണ് സ്ട്രെയിൻ? അപ്പൊ സ്ട്രെസിന്റെ അടുത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച സ്ട്രെസ് ഇസ് ഈക്വൽ ടു F/A. അത് ഒരു പെൻസിൽ വെച്ചോ പേന വെച്ചോ അതിന്റെ എഴുതി വെച്ചോളൂ. അതിന്റെ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ് അതിന്റെ യൂണിറ്റ്. എഴുതി വെച്ചെന്ന് വിചാരിക്കുന്നു. സ്ട്രെസ് ഇസ് ഈക്വൽ ടു F/A. ഫോഴ്സ് പെർ ഏരിയ ആണ് സ്ട്രെസ്. ആൻഡ് യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. Okay, then what is strain? The strain is defined as the change in a dimension per unit original dimensions of the body. അതും change in dimension per original dimensions of the body. അതിനെയാണ് strain എന്ന് പറയുന്നത്. The change in dimensions per original dimensions of the body. അതായത് ഒറിജിനൽ ഡയമെൻഷൻസ് L എന്ന് എടുത്താല് ചേഞ്ച് ഇൻ ഡയമെൻഷൻ നമ്മൾ എന്തെടുക്കും? ഡെൽറ്റ L എന്ന് എടുക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സ്ട്രെസ് എന്ന് പറയുന്നത് F/A ആണ്, ഫോഴ്സ് പെർ ഏരിയ ആണ്. ആൻഡ് വാട്ട് ഈസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാല് ഡെൽറ്റ നോർമൽ ഒറിജിനൽ ഡയമെൻഷൻ I ആണ്, അല്ലെങ്കിൽ L എന്ന് എടുത്താല് ചേഞ്ച് ഇൻ ഡയമെൻഷൻ അതിലുണ്ടാവുന്ന ചേഞ്ച് ഡെൽറ്റ. അപ്പൊ അതിന്റെ റേഷ്യോയാണ് എന്ത്?
സ്ട്രെയിൻ എന്ന് പറയുന്നത്. മനസ്സിലായത്? സ്ട്രെയിൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ പെർ യൂണിറ്റ് ഒറിജിനൽ ഡയമെൻഷൻസ് ഓഫ് ദ ബോഡി. ഇനി എന്താണ് ഹുക്സ് ലോ? ഹുക്സ് ലോ പറയുന്നത് the stress is directly proportional to the strain. The stress is directly proportional to strain എന്നാണ്. Within elastic limit, stress is directly proportional to strain. അതാണ് ഹുക്സ് ലോ പറയുന്നത്. ഓക്കെ, അപ്പൊ ഹുക്സ് ലോ ചോദിച്ചാൽ സ്ട്രെസ് എന്താണെന്നും സ്ട്രെയിൻ എന്താണെന്നും പറഞ്ഞിട്ട് വേണം എന്തെഴുതാൻ, ഹുക്സ് ലോ എഴുതാൻ. അപ്പൊ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ is equal to a constant, and k is called as constant. Hooke's law, Hooke's constant ആണ് k. Okay, മനസ്സിലായോ? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ ഏരിയ, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻസ് പെർ ഒറിജിനൽ ഡയമെൻഷൻ, ആൻഡ് ഹുക്സ് ലോ പറയുന്നത് ദ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആവുമ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു കെ, ആൻഡ് കെ ഇസ് ദ കോൺസ്റ്റന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് the Young's modulus of the wire of the length L. നമ്മൾ യങ്സ് മോഡുലസിലേക്ക് പോകുമ്പോ ആദ്യം തന്നെ എന്താണ് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞുതരാം. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാല് ദ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? F/A ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. ഇതാണ് എന്ത്? യങ്സ് മോഡുലസ്. നമുക്ക് സ്ട്രെസ് അറിയണം ആൻഡ് സ്ട്രെയിൻ അറിയണം. ആൻഡ് വാട്ട് ഇസ് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാല് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സോറി ട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് യങ്സ് മോഡുലസ് ആണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? സ്ട്രെസ് ബൈ ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിന്, ദാറ്റ് ഇസ് F/A ഡിവൈഡ് ബൈ ഡെൽറ്റ L ബൈ L. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് ദ യങ്സ് മോഡുലസ് ഓഫ് ദ വയർ ഓഫ് ദ ലെങ്ത് L ആൻഡ് റേഡിയസ് R ഈസ് Y. And if the length is reduced to L/2 and the radius to R/2, what will be its new Young's modulus? Okay, Young's modulus of the wire of length L, radius R. If the length is reduced of 1/2 and radius to R/2, രണ്ടിന്റെയും ഡിഫറൻസ് ആണ്. അതായത് L-ൽ നിന്ന് L/2 R-ൽ നിന്ന് R/2 ആയേക്കുന്നു. അപ്പൊ അതിന്റെ യങ്സ് മോഡുലസ് ആണ് ചോദിച്ചേക്കുന്നത്. നോക്കി, അതിന്റെ ആൻസർ എങ്ങനെ പറയും? The Young's modulus will remain unchanged at Y because it depends only on the material of the wire. യങ്സ് മോഡുലസ് അതൊക്കെ ചേഞ്ച് ചെയ്താലും, റേഡിയസ് ചേഞ്ച് ചെയ്താലും ലെങ്ത് ചേഞ്ച് ചെയ്താലും അതിന് എന്ത് വരുന്നില്ല? ഡിഫറൻസ് വരുന്നില്ല. കാരണം എന്താണ്? അത് ഡിപ്പെൻഡ് ഓൺ ദ മെറ്റീരിയൽ ഓഫ് ദ വയർ. ആ വയറിന്റെ ഒരു ലെങ്ത്തും അപ്പൊ ആ വയറിന്റെ മെറ്റീരിയൽ ഓഫ് ദ വയറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു കണക്കാക്കാം. ഓക്കെ,
ഓക്കെ ട്ടാ. Okay, അപ്പോൾ Young's modulus മനസ്സിലായില്ലേ? Young's modulus will remain unchanged at Y because it depends only on the material of the wire. Okay. Then question number 3 നോക്കിയേ. Define the bulk modulus of the material of a body. ഇനി എന്താണ് ബൾക്ക് മോഡുലസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെയാണ് ബൾക്ക് മോഡുലസ് കാണുന്നത്? നമ്മളപ്പോ ഹുക്സ് ലോ പറഞ്ഞു, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അതാണ് ഹുക്സ് ലോ പറയുന്നത്. യങ്സ് മോഡുലസ് എന്താ പറയുന്നത്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. യങ്സ് മോഡുലസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ആൻഡ് ദെൻ മൂന്നാമത്തെ നമ്മൾ പറയുന്നത് ബൾക്ക് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് എ ബോഡി ആണ്. ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് പറയുമ്പോൾ നമ്മൾ നോർമൽ സ്ട്രെസ് നമ്മൾ പറഞ്ഞു F/A. ആൻഡ് ബൾക്ക് മോഡുലസ് പറയുമ്പോൾ നമ്മൾ സ്ട്രെയിൻ പറയുന്നത് വോളിയം സ്ട്രെയിൻ, വോളിയത്തിലാണ്. അതായത് നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞത്? നോർമൽ സ്ട്രെയിൻ, അതായത് ഒറിജിനൽ ചേഞ്ച് ഇൻ ദ ഡയമെൻഷൻ L/L അല്ലേ പറഞ്ഞത് എന്തില്? സ്ട്രെയിന്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുമ്പോ ബൾക്ക് മോഡുലസ് എടുക്കുമ്പോ എന്ത് പറയണം? വോളിയം സ്ട്രെയിനിൽ പറയണം. അതായത് ബൾക്ക് മോഡുലസ് ഇസ് ഈക്വൽ ടു V is equal to normal stress by volume strain. Normal stress by volume strain. ഓക്കെ, അതാണ് ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ ആയിട്ട് വന്നത്. അതിൽ നോർമൽ സ്ട്രെസ് നമുക്ക് ഡെൽറ്റ പി എന്നും വോളിയം സ്ട്രെയിനെ നമുക്ക് ഡെൽറ്റ വി ബൈ വി എന്ന് എടുത്താല് ബൾക്ക് മോഡുലസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി എന്ന് വരും. അതായത് നോർമൽ സ്ട്രെസ്സിനെ നമ്മൾ ഡെൽറ്റ പി എന്നും വോളിയം സ്ട്രെയിനെ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി എന്നും എടുത്താൽ നമുക്ക് ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ കിട്ടുന്നത് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി ആണ്. ദാറ്റ് ഈസ് V into delta P divided by delta V കിട്ടും. ഓക്കെ, V into delta P divided by delta V കിട്ടും. The reciprocal of the bulk modulus of a substances is called compressibility. എന്താണ്? The reciprocal of the bulk modulus of the substance is called compressibility. അതായത് ഇത് ചോദിച്ചേക്കുന്നതാണ്. reciprocal of the bulk modulusനെ പറയുന്നത് compressibility. വൺ വേർഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്, കംപ്രസിബിലിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കംപ്രസിബിലിറ്റി എഴുതണേ? കംപ്രസിബിലിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ K ആണ്. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് ദ ബൾക്ക് മോഡുലസ്. റെസിപ്രോക്കൽ ഓഫ് ദ ബൾക്ക് മോഡുലസ് ദാറ്റ് ഇസ് ഈക്വൽ ടു 1/V ഡെൽറ്റ വി ബൈ ഡെൽറ്റ പി ആകും. ഓക്കെ മിസ്, ഇപ്പൊ പഠിപ്പിക്കുന്ന പേജ് നമ്പർ ഒന്ന് പറയാവോ? 116. പേജ് നമ്പർ 116 എടുത്തില്ലേ? ഇപ്പൊ വന്നതാണോ? അതെ മിസ്, 116. 116. ആരെയും ചോദിക്കണ ആതിര? അതെ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല? ഇല്ല, ഞാൻ ഇപ്പൊ വന്നതാ. ഓക്കെ, പേജ് നമ്പർ 115 സ്റ്റാർട്ട് ചെയ്യുന്നു. ചാപ്റ്റർ 8 ആണ്, സെക്കൻഡ് മൊഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്റർ. മൊഡ്യൂൾ സെക്കൻഡ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കിട്ടിയോ? 116. ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ സോളിഡ്. ഓക്കെ എന്ന് വിചാരിക്കണം. ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ സോളിഡ്. നമ്മൾ ഇതിൽ പഠിപ്പിച്ചത് എന്താണ് ഇലാസ്റ്റിസിറ്റി. അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ എന്താകും? പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അങ്ങനെയുള്ള അതിന്റെ പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് സ്ട്രെയിൻ ആൻഡ് വാട്ട് ഈസ് സ്ട്രെസ് രണ്ടും പഠിപ്പിച്ചു. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് പെർ ഏരിയ. അതായത് ഫോഴ്സ് പെർ ഏരിയ ആണ് സ്ട്രെസ്. ഒരു ഡെഫിനിഷൻ ഉണ്ട്, അത് നമ്മുടെ ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ട്. ആൻഡ് വാട്ട് ഈസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാല് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ആണ്. അതായത് ചേഞ്ച് ഇൻ ദ ഡയമെൻഷൻ. എന്താണ് സ്ട്രെയിൻ? എന്തായിരുന്നു? സ്ട്രെസ് ഇസ് ചേഞ്ച് ഇൻ ദ ഡയമെൻഷൻ പെർ യൂണിറ്റ് ഒറിജിനൽ ഡയമെൻഷൻസ് ഓഫ് ദ ബോഡി.
ദെൻ നമ്മൾ പിന്നെ പഠിച്ചത് എന്താണ്? ഹുക്സ് ലോ പഠിക്കുന്നതിന് മുമ്പ് വാട്ട് ഇസ് യങ്സ് മോഡുലസ് എന്ന് പഠിച്ചു. യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. നമ്മളിപ്പോ പഠിച്ച ഫോഴ്സ് പെർ ഏരിയ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ വന്നപ്പോ യങ്സ് മോഡുലസ് ആണ് നമ്മൾ പഠിച്ചത്. യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ദെൻ വാട്ട് ഇസ് ഹുക്സ് ലോ? ഹുക്സ് ലോ പഠിച്ചു ആൻഡ് ബൾക്ക് മോഡുലസ് പഠിച്ചു. ഹുക്സ് ലോ എന്തായിരുന്നു? ഹുക്സ് ലോ പറയുന്നത് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ്. ദാറ്റ് ഇസ് stress by strain is equal to K. Stress by strain is equal to K. അതാണ് ഹുക്സ് ലോ പറയുന്നത്. And what is bulk modulus? Bulk modulus is equal to stress by volume strain. Volume strain വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഡെൽറ്റ എൽ ബൈ എൽ എടുത്തതിന് പകരം ഡെൽറ്റ വി ബൈ വി എടുക്കണം. അതാണ് വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതായത് ചേഞ്ച് ഇൻ ദ വോളിയം പെർ ഒറിജിനൽ വോളിയം വരും. ചേഞ്ച് ഇൻ ദ വോളിയം പെർ ഒറിജിനൽ വോളിയം ആണ് നമ്മളെ ബൾക്ക് മോഡുലസിന് എടുക്കുന്നത്. അപ്പോൾ എന്ത് വരും? ഫോഴ്സ് പെർ ഏരിയ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വോളിയം പെർ ഒറിജിനൽ വോളിയം, അതായത് ഡെൽറ്റ വി ബൈ വി, ദാറ്റ് ഇസ് ദ വോളിയം സ്ട്രെയിൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബൾക്ക് മോഡുലസ് കിട്ടും. വൺ വേർഡിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് കംപ്രസിബിലിറ്റി? എന്താണ് കംപ്രസിബിലിറ്റി? ദ റെസിപ്രോക്കൽ ഓഫ് ദ ബൾക്ക് മോഡുലസ് ആണ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചോദിക്കും, വാട്ട് ഈസ് കോൾഡ് റെസിപ്രോക്കൽ ഓഫ് ദ മോഡുലസ്. ബൾക്ക് മോഡുലസ് ഈസ് കോൾഡ് ഡാഷ് എന്നോ അല്ലെങ്കിൽ ദ റെസിപ്രോക്കൽ ഓഫ് ദ ബൾക്ക് മോഡുലസിന് ഓപ്ഷൻ വൈസിലോ എന്താണെങ്കിലും ചോദിച്ചാൽ ആൻസർ കംപ്രസിബിലിറ്റി ആണ്. അപ്പൊ കംപ്രസിബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ K is equal to 1/b ആണ്. 1/b എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ആണ്. ദെൻ നമുക്ക് എന്ത് കിട്ടും? 1/v ഡെൽറ്റ വി ബൈ ഡെൽറ്റ പി. ഓക്കെ, gases being most compressible at least elastic while solids are most elastic or least compressible. most ഇലാസ്റ്റിക്കും ലീസ്റ്റ് കംപ്രസിബിളും ആയിട്ടുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അതിന്റെ ഒരു ഓർഡർ തന്നേക്കുന്നുണ്ടാവും. സോളിഡ് ആണ് ഗ്രേറ്റർ, ദെൻ ലിക്വിഡ് ആൻഡ് ദെൻ ഗ്യാസ്. ഒരു കാര്യം കൂടി പറയണം, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സുകൾ, അതായത് ബാച്ചില് ഇപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞ കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ സ്ഥിരം ക്ലാസ്സിൽ കയറുന്ന കുട്ടികളായിരുന്നു. അതായത് ആ ഫുൾ പാസ് വാങ്ങിച്ചിരിക്കുന്ന ഗോൾഡ്, ഗിഫ്റ്റി, അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുണ്ട്. അവരൊക്കെ സ്ഥിരം എന്ത് ക്ലാസ്സിനും, ഇപ്പൊ ഫിസിക്സിന്റെ ക്ലാസ് മാത്രമേ എനിക്കറിയുള്ളൂ, ബാക്കിയുള്ള ക്ലാസ്സുകളിലൊക്കെ കയറുന്ന കുട്ടികളായിരിക്കും. എന്തായാലും എന്റെ ക്ലാസ്സിൽ അവരെന്തായാലും എല്ലാ ക്ലാസ്സിലും കയറിയിരിക്കുന്ന കുട്ടികളാണ് ഫിസിക്സിനൊക്കെ പാസ്സായത്. സാധാരണ എപ്പോഴും ഒരു സബ്ജക്റ്റിനൊക്കെ തോക്കുകയാണെങ്കിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രിക്കൊക്കെ പിള്ളേര് തോറ്റു പോകുന്നത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം പിള്ളേര് പാസ് ഔട്ട് ആയിട്ടുണ്ട്. ഒരുപാട് പിള്ളേര് ക്ലാസ്സിലും കയറുമായിരുന്നു. അപ്പൊ നിങ്ങളും മാക്സിമം ക്ലാസ്സിൽ കയറാൻ നോക്കുക. വെറുതെ ആഴ്ചയില് 2 ദിവസം 3 ദിവസമൊക്കെ ഉള്ളൂ ഫിസിക്സ്, ബാക്കിയും എല്ലാ സബ്ജക്റ്റും അതുപോലെ തന്നെയായിരിക്കും. മോർണിംഗ് ടു ഈവനിങ് പോയിരുന്ന് പഠിക്കൊന്നും വേണ്ടല്ലോ. 1 മണിക്കൂർ നമുക്ക് ഓൺലൈൻ ആണ്, വീട്ടിലിരുന്ന് നമുക്ക് ക്ലാസ് കാണാം. അപ്പൊ ഈ ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുക, ക്ലാസ് മിസ്സാവാതിരിക്കുക, എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. റെക്കോർഡ് ക്ലാസ് നമുക്ക് ഡിലേ വരും. പിന്നെ കാണാമെന്നുള്ളൊരു ഇത് വരുമ്പോ പിന്നെ കാണാമെന്നുള്ളൊരു ഡിലേ വരും. പിന്നെ അത് കാണാണ്ടിരിക്കും. പിന്നെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ടെക്സ്റ്റ് ഒരു ക്ലാസ് പറഞ്ഞു തരുന്നത് പോലെ അല്ല നമുക്ക് ടെക്സ്റ്റ് വായിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ രണ്ടും രണ്ടാണ്. അതുകൊണ്ട് മാക്സിമം ക്ലാസ്സിൽ കയറാൻ നോക്കാം. ഇതിന്റെ അകത്ത് തന്നെ ഈ ആതിരേനെയും അബിയ കയറിയിട്ടുള്ള സാഹിറും രണ്ടുപേരും ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പ്രവീണ പി ഫസ്റ്റ് ടൈം ആണോ ക്ലാസ്സിൽ കയറിയേക്കുന്നത്? പ്രവീണ ഫസ്റ്റ് ക്ലാസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഓക്കെ. ഇയാള് വർക്ക് ചെയ്യുന്ന ആളാണോ പ്രവീണ? വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ. എന്തായിട്ട്? ഞാൻ സ്ക്രബ് ടെക്നീഷ്യൻ. സ്ക്രബ് ടെക്നീഷ്യൻ. ഓക്കെ. അല്ല, ഞാൻ ചോദിക്കാറുണ്ട് വർക്ക് ചെയ്യുന്നവരാണ്. എനിക്ക് ടൈം കിട്ടാറില്ലായിരുന്നു. കുറച്ച് വർക്കൊക്കെ വീട്ടിലും ഉണ്ടായിരുന്നു, ഫാമിലി ആയിട്ട് ഉള്ളതാണ്. അപ്പം ഇപ്പോഴാണ് ഇപ്പൊ ഒന്ന് കേറാനൊക്കെ സമയം കിട്ടാൻ തുടങ്ങിയത്. ഇയാൾ എവിടെ വർക്ക് ചെയ്യണേ? ഞാൻ അമൃതയില്. ഓക്കെ. അതെനിക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ശാലിനി എന്നൊക്കെ പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു ബോംബെ. അപ്പൊ നമ്മള് വർക്ക് ചെയ്യുന്ന പിള്ളേരാകുമ്പോ
നമുക്കറിയാലോ ക്ലാസ് കയറാനുള്ള ബുദ്ധിമുട്ട്. അതങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാവരും. പക്ഷെ ഇവിടെ ഇപ്പൊ ആ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു 5-8 പിള്ളേര് കയറിയിട്ട് പിന്നെ ആരെയും തന്നെ കാണലുണ്ടായില്ല. അപ്പൊ ഓരോരുത്തരോട് ഞാൻ ചോദിക്കാറുണ്ട്, വർക്ക് ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുന്നവരാണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ പ്രവീണ വർക്കിംഗ് ആണ്. ഈ ആതിര വർക്ക് ചെയ്യുന്ന ആളാണോ? അതെ മിസ്സേ, ഞാൻ വർക്കിംഗാ. എന്ത് ചെയ്യണു? ഞാൻ പോസ്റ്റ് ഓഫീസിലായിരുന്നു. പോസ്റ്റ് വുമൺ ആയിട്ടോ? അതെ ഇപ്പോഴും നിലവിലും ആണോ? അതെ. ഓക്കെ. അപ്പൊ അബിയാൻ സാഹിർ രണ്ടുപേരുമോ? എന്തോ അബിയ വർക്ക് ചെയ്യുന്ന ആളാണോ? നോ റിപ്ലൈ. സാഹിർ കേൾക്കണില്ല. സാഹിറിന്റെ വോയിസ് ഇങ്ങോട്ട് കേൾക്കണില്ല. ഓക്കെ. ഹലോ. ആ, ഇയാള് വർക്ക് ചെയ്യണ ആളാണ്? അല്ല അല്ല. ഓക്കെ. അപ്പൊ നന്നായിട്ട് ഇരുന്ന് പഠിച്ചോട്ടെ. എല്ലാ ദിവസവും ക്ലാസ് മിസ്സാവാണ്ട് കേറാ. ഓക്കെ. മിസ് പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് ഇടാവോ, അപ്ഡേറ്റ് ചെയ്യാവോ? മറ്റേ ഇതില് ഞാൻ ഇപ്പഴാ ജസ്റ്റ് ഒന്ന് നോക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ ഒരു 7th ചാപ്റ്റർ വരെ എന്തോ ഉള്ളെന്ന് തോന്നിട്ടുള്ളല്ലേ? ടോട്ടൽ ക്ലാസ് 11th മറ്റേ എടുത്തിട്ടില്ലേ? ഇല്ല, 7 ചാപ്റ്റർ വരെ എടുത്തിട്ടുള്ളൂ. എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് വരുമ്പം ഞാൻ ഇങ്ങനെ കൂട്ടി നോക്കിയപ്പം 11th വരെ മറ്റേ ക്ലാസ് നടന്ന ക്ലാസ് അതായത് നമ്മള് ചിലപ്പോ ഒരു ചാപ്റ്റർ ഒരു ക്ലാസ്സിൽ തീരൂല. അപ്പൊ ഒരുമിച്ചാണ് നമ്മൾ വീഡിയോ ഇടുന്നത്? ഒരു ചാപ്റ്ററിന് ഫുൾ ആയിട്ടായിരിക്കും ഇടുന്നത് അല്ലേ? വീഡിയോ ഇടുന്ന ആള് ഞാനല്ല, ക്ലാസ് എടുക്കുന്ന ആള് മാത്രമേ ഉള്ളൂ ഞാൻ. ആണല്ലേ? കോളേജിൽ നിന്നാണ് ഇടണത്. നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് വീട്ടിൽ നമുക്ക് ക്ലാസ് എടുത്ത് തന്നാൽ മതി. ബാക്കിയുള്ളതെല്ലാം ഓഫീസിലെ മിസ്സുമാരാ ചെയ്യുന്നത്. അപ്പൊ ഓഫീസിൽ വിളിച്ചു പറഞ്ഞാൽ അവർ അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും അല്ലേ? അവര് കറക്റ്റ് ചെയ്ത് തരുമല്ലേ? ഈ 11 ക്ലാസ് നല്ലതെന്ന് വെച്ചാൽ നമുക്ക് ചില ക്ലാസ്സുകൾ ഇപ്പൊ ഇതിൽ തന്നെ ക്ലാസ് തീർന്നത്. അപ്പൊ അത്രയും ലോങ് ആകുമ്പോ ചാപ്റ്റർ 4 മോഷൻ ഇന്ത്യ പ്ലെയിൻ എന്നുള്ള ചാപ്റ്റർ വലിയ ചാപ്റ്ററാ. അതൊരു അവർ എടുത്തു തീർക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് 11 ക്ലാസ് 7 ചാപ്റ്ററേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. 7 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് ഇതിൽ കാണുമ്പോൾ അതിൽ കൂടുതൽ വന്നായിട്ട് കണ്ടായിരുന്നു വാട്സാപ്പിൽ. ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴേ 11 ഉണ്ടാവും, ചാപ്റ്റർ 7 ആയിട്ടുള്ളൂ. ആണല്ലേ? ഓക്കെ. അപ്പൊ അത്രയൊക്കെ അപ്ഡേറ്റ് ആയിരിക്കും. ഞാൻ കണ്ടിട്ടില്ല മുഴുവൻ വീഡിയോ, അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അത് കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതില് സാഹിർ ഒഴികെ ബാക്കി 3 പേര് വർക്കിംഗ് ആണ്. അത് കുഴപ്പമില്ല. അപ്പോ ക്ലാസ് മാക്സിമം കയറട്ടാ. എന്തായാലും നമ്മൾ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇത് എന്തായാലും ക്രാക്ക് ചെയ്യണമല്ലോ. അപ്പൊ ക്ലാസ് മാക്സിമം കയറാ. ഞാൻ പിന്നെ പറയാണ്, നമ്മള് എളുപ്പത്തിൽ കിട്ടും എന്ന് വിചാരിച്ചാൽ ആരും ഇരിക്കണ്ട. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പാഠം തന്നെയാണ്. നോർമൽ +2 ചോദിക്കുന്ന അതേ ലെവലിൽ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പോ PYQ, അതായത് 1 വേർഡ് ക്വസ്റ്റ്യൻസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അവര് ക്വസ്റ്റ്യൻ ഇടണത്. അപ്പൊ അതിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയാൽ ഒരു മാർക്ക് അങ്ങോട്ട് പോകും. ഡിസ്ക്രിപ്റ്റീവ് ആവുമ്പോ നമുക്ക് എന്തെങ്കിലും എഴുതി വെച്ചാൽ അവർ മാർക്ക് തരും. അപ്പൊ അതൊക്കെ കണ്ടിട്ട് വേണം പഠിക്കാൻ. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ ഏത് ക്വസ്റ്റ്യൻ വരെ പറഞ്ഞ? ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ വരെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ബൾക്ക് മോഡുലസ് എന്താണെന്നുള്ളതാണ്. ഇനി നോക്കിയേ, the length of the wire is cut to half and what will be the effect on the increase in its length under a given load? അതായത് നോക്കിയേ, ഇതൊക്കെ പ്രോബ്ലം വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയേ, the length of the wire is cut to half എന്നാ പറഞ്ഞേക്കുന്നത്. And what will be the effect on the increase in its length under a given load? നമുക്കറിയാം y is equal to Young's modulus നമ്മൾ പറഞ്ഞു F by A divided by delta L by L. ഇങ്ങനെയാണ് നമ്മൾ യങ്സ് മോഡുലസ് പറഞ്ഞത് അല്ലേ?
നമുക്കറിയാം ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ബൈ എ ഇൻറ്റു എൽ ബൈ ഡെൽറ്റ എൽ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ദെൻ വാട്ട് ഇസ് എഫ്? നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമ്മള് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഒക്കെ പഠിച്ചില്ലേ? MGH അതൊക്കെ പഠിച്ചതാണ്. ദെൻ ഇവിടെ നമ്മള് സെക്കൻഡ് ഓഫ് ഇക്വേഷൻ MA ഇല്ലേ, ന്യൂട്ടൺസ് സെക്കൻഡ് ഓഫ് ഇക്വേഷൻ F ഇസ് ഈക്വൽ ടു MA. അതാണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് F ഇസ് ഈക്വൽ ടു MA. A is the acceleration ആണെന്ന് നമുക്കറിയാലോ. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു ഇവിടെ? mg കൊടുത്തു. ജിയും എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആൻഡ് വാട്ട് ഈസ് എ? നമ്മളിവിടെ എടുക്കുന്നത് πr² ആണ്. πr², ദാറ്റ് ഈസ് ഏരിയ. ആൻഡ് ദെൻ എൽ ബൈ ഡെൽറ്റ എൽ. ഇങ്ങനെ വരും യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ. ഇനി അതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇതില് അപ്ലൈ ചെയ്യണത്. ഇതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ. നമുക്ക് തന്നിരിക്കുന്നത് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിന് ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പൊ ഡെൽറ്റ എൽ വരും. സോറി, ഇത് വന്നത് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു MGL divided by πr²y. Okay, that is delta L is directly proportional to L. അല്ലേ? നമുക്കറിയാലോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്താണ് ഇൻവേഴ്സ്ലി. നമുക്കിപ്പോ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എങ്ങനെ വരും? 1/, വെച്ച് വരും. ഒക്കെ അറിയാലോ. അപ്പോ ഇവിടെ ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് ഡയറക്റ്റ് മനസ്സിലാവും. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ആണ്. വെർ എൽ ഇസ് മെയ്ഡ് ഹാഫ്, ഡെൽറ്റ എൽ വിൽ ബി ഹാഫ്. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ എന്താണ്? ഒരെണ്ണത്തിന് വരുന്ന ചേഞ്ച് മറ്റേതിനും വരും. അപ്പോ എൽ ഹാഫ് ആകുമ്പോൾ ഡെൽറ്റ എല്ലും എന്താകും എന്നാണ് പറയുന്നത്? ഹാഫ് ആകും. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്ത് സംഭവങ്ങളും നമ്മള് ഇപ്പോ ഒരെണ്ണം കൂടുമ്പോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഒരെണ്ണം കൂടുമ്പോ മറ്റേതും കൂടിയിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഒരെണ്ണം ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. മനസ്സിലായെന്ന് വിചാരിക്കണോ? ഓക്കെ, ഇതൊരു പ്രോബ്ലം പോലെ പറയണതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. Question number 5 നോക്കിയേ. 2 wires are made of the same metal and the length of the first wire is half that of the second and its diameter is double that of the second wire. And if equal loads are applied on both wires, find the ratio of increase in their length. ഇവിടെ നോക്കിയേ. Y is equal to, നമ്മൾ പറഞ്ഞു യങ്സ് മോഡ് MGL divided by πr² ഡെൽറ്റ എൽ. ദെൻ ഇവിടെ നിന്ന് നമ്മൾ ഡെൽറ്റ എൽ കണ്ടുപിടിച്ചു. MGL divided by πr²y. And therefore delta L is directly proportional to L by r². Delta L is directly proportional to L divided by r². അപ്പൊ ബാക്കിയുള്ള സംഭവങ്ങൾ എന്താണ്? MGയും Yയും അല്ലെ? ബാക്കിയുള്ളത് MGയും Yയും. പൈ ഓൾറെഡി നമുക്ക് കോൺസ്റ്റന്റ് ആണെന്ന് അറിയാലോ.
അപ്പം എന്ത് എഴുതാം? എം ജി ആൻഡ് വൈ ആർ കോൺസ്റ്റന്റ്. ഓ, അത്രയും കോൺസ്റ്റന്റ് ആണെങ്കിൽ പിന്നെ ഡെൽറ്റ ഇല്ല. ചേഞ്ച് ഇൻ ദ ലെങ്ത് എന്ന് പറയുന്നത് എന്തിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ലെങ്തിനെയും ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എല്ലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആണ്. ആൻഡ് ദെൻ ഡെൽറ്റ L1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ L2 is equal to L1 by L2 R2 divided by R1 whole square. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? L1 by L2 into R2 divided by R1. അതിന്റെ മൊത്തത്തിലാണ് ആ ബ്രാക്കറ്റും ആ സ്ക്വയറും വരുന്നത്. സ്ക്വയറിന് ആ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് എഴുതാം. അപ്പോ ഈ L1നെ നമുക്ക് എന്ത് എഴുതാം? L2വിന്റെ പകുതിയാണ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ L2 by 2 എന്ന് എഴുതാം. ആൻഡ് ദെൻ L2. അതുപോലെ തന്നെ R1 എന്താ പറഞ്ഞേക്കുന്നത്? R2വിന്റെ ഡബിൾ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. R2വിന്റെ ഡബിള് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നേക്കുന്നതാണ്. അത് നമ്മള് അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കി L2 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ L2ൽ നിന്നും R2 സ്ക്വയർ ഡിവൈഡ് ബൈ 4R2 സ്ക്വയറിൽ നിന്നും R2 സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. ആൻഡ് 1/4ഉം ക്യാൻസൽ ആയി പോകും. മനസ്സിലാവുന്നുണ്ടോ? അതായത് L2 by 2 ഡിവൈഡഡ് ബൈ L2 ആണ്. അപ്പോ ഇൻറ്റു വരുമ്പോ എന്ത് വരും? L2 വരും. ആൻഡ് ദെൻ ഇവിടെ എന്ത് വരും? R2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4R2 സ്ക്വയർ. അപ്പൊ ഇതൊക്കെ വെട്ടിപ്പോകും. ബാക്കി നമുക്ക് 1/2 ഇൻറ്റു 1/4 കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 1/8. ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കിപ്പോ എന്താണ് 1/8 കിട്ടിയേക്കണേ? ഡെൽറ്റ L1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ L2 ദാറ്റ്സ് ഈക്വൽ ടു 1/8. നമുക്ക് ഇതിനെ കറക്റ്റ് റേഷ്യോയിൽ എങ്ങനെ എഴുതാം? ഡെൽറ്റ L1 ബൈ ഡെൽറ്റ ഈസ് ടു ഡെൽറ്റ L1 ഡെൽറ്റ L2 ഈക്വൽ ടു 1:8. ഓക്കെ അല്ലേ? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദി ഇൻക്രീസ് ഇൻ ദെയർ ലെങ്ത്. ഇതാണ് ചോദ്യം. അതായത് ലെങ്ത് ഇൻക്രീസ് ചെയ്തതിന് ശേഷമുള്ള അതിന്റെ റേഷ്യോ. അപ്പോ ഡെൽറ്റ L1 ഈസ് ടു ഡെൽറ്റ L2 ദാറ്റ്സ് ഈക്വൽ ടു 1:8. Okay, the next question, okay. The stress strain graph for two samples of the numbers are shown in the figure, and which of the two will serve as better shock absorber? Sample first will serve as better shock absorber because it is exhibiting greater elastic hysteresis. ഫസ്റ്റത്തെയാണ്, അതിനാണ് കൂടുതൽ ഇലാസ്റ്റിസിറ്റി ഉള്ളത്. അതുകൊണ്ട് അതാണ് നമുക്കറിയാലോ ഷോക്ക് അബ്സോർബർ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ് ഒരു നിങ്ങൾക്കറിയാലോ. അതായത് നമുക്ക് പഴയ പൊസിഷനിലേക്ക് നമ്മൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനെന്താ വേണ്ടത്? ഇലാസ്റ്റിസിറ്റി ആണ് വേണ്ടത്. അപ്പൊ ഇതില് ആ ഗ്രാഫ് കണ്ടിട്ട് ഏതിനാണെന്നാ പറയുന്നത്? ഫസ്റ്റ് വിൽ സെർവ് ആസ് ദ ബെറ്റർ ഷോക്ക് അബ്സോർബർ ബിക്കോസ് ഇറ്റ് ഈസ് എക്സിബിറ്റിംഗ് ഗ്രേറ്റർ ഇലാസ്റ്റിക് ഹിസ്റ്റെറിസിസ്. ആൻഡ് ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 7. Two wires A and B having equal lengths and made of the same metal are subjected to equal loads. And if extension in A is twice the extension in B, and what is the ratio of the radii of A and B? അതായത് ഇവിടെയും രണ്ട് വയറുകളാണ് A and B. അതിൽ ഈക്വൽ ലെങ്ത് ആണ്, സെയിം മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഈക്വൽ ലോഡ്സും ആണ് സബ്ജക്ട് ചെയ്തിരിക്കുന്നത്. അല്ലെ എക്സ്റ്റൻഷൻ ഇൻ A is twice the extension in B ആണ്. B യേക്കാൾ twice ആണ് A. And what is the ratio of the radii of A and B? എയുടെയും ബിയുടെയും റേഡിയയുടെ റേഷ്യോ ആണ്. റേഡിയയുടെ റേഷ്യോ അതായത് RA ഡിവൈഡ് ബൈ RB ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. പിന്നെ ഇത് എങ്ങനെ കാണാം നോക്കിയേ. ലെങ്ത് രണ്ടിന്റെയും ഈക്വൽ ആണ് അല്ലേ?
ആൻഡ് മെയ്ഡ് ഓഫ് ദ സെയിം മെറ്റീരിയൽ, അതായത് യങ്സ് മോഡുലസ്, അതും കറക്റ്റ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഈക്വൽ ആണ്. ഓക്കെ, ഇപ്പൊ എന്ത് വരും? ഡെൽറ്റ എൽ എ is equal to 2 into ഡെൽറ്റ എൽ ബി. അതാണ് അവർ നമുക്ക് ചോയ്സ് ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ഫ്രം ദ റിലേഷൻ y എന്ന് പറയുന്നത് എങ്ങനെയാണ്? എഫ് ആണ് അല്ലെ? എഫ് എന്ന് പറഞ്ഞാൽ എം ജി. അവിടെ നമുക്ക് അത് അങ്ങനെ എഴുതിയാൽ മതി. എം ജി എൽ ഡിവൈഡഡ് ബൈ ഏരിയ പൈ ആർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എൽ. ഇത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. അതിലേക്ക് എന്ത് എഴുതണം? ആർ സ്ക്വയർ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. therefore ആർ എ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എൽ എ ഈക്വൽ ടു ആർ ബി സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എൽ ബി. അതായത് ആർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോ ആർ എ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എൽ എ is equal to ആർ ബി സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എൽ ബി. നമുക്ക് എങ്ങനെ എഴുതാം? ആർ എ ഡിവൈഡഡ് ബൈ ആർ ബി. ഇവിടെ നിന്നും എന്തെടുക്കാം? ആർ എ ഡിവൈഡഡ് ബൈ ആർ ബി, അതായത് സ്ക്വയർ ഇട്ട് എടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ എ. എന്ത് ചെയ്യണം? സ്ക്വയർ മാറ്റി കൊടുക്കണം. സ്ക്വയർ മാറ്റി കൊടുക്കുമ്പോൾ ആർ എ ഡിവൈഡഡ് ബൈ ആർ ബി is equal to root of delta LB divided by delta LA. That's equal to 1 by root 2. Root of delta LB divided by delta L is equal to 1 by root 2. Okay. ഒന്നൊരു ബുക്കിൽ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക, അപ്പൊ നമുക്ക് കിട്ടും പ്രോബ്ലംസ്. നോക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്, അയൺ ഓർ റബ്ബർ? വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്, അയൺ ഓർ റബ്ബർ? അതിന്റെ ആൻസർ നോക്കി. അയൺ ഇസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ because for a given deforming force, deformation is much less in iron than that in rubber. എന്തുകൊണ്ടാണ് അയൺ ആണ് ഇലാസ്റ്റിക് ദാൻ റബ്ബർ എന്ന് പറയുന്നതിന്റെ കാരണം? സ്ട്രെസ് മീൻസ് ദ പ്രഷർ ആണ് അല്ലെ? നമുക്കറിയാം എന്താണ് സ്ട്രെസ്? ഫോഴ്സ് പെർ ഏരിയ, ദാറ്റ് ഇസ് പ്രഷർ. ആൻഡ് വി അപ്ലൈ, നമ്മൾ കൊടുക്കുന്ന പ്രഷർ ആണ് സ്ട്രെസ്. ആൻഡ് ദി സ്ട്രെയിൻ ഇസ് ദ ചേഞ്ച് ഇൻ ദ ലെങ്ത്. അത് നമ്മൾ പറഞ്ഞു എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് പെർ ഒറിജിനൽ ലെങ്ത് അല്ലെ? അതായത് സ്ട്രെയിൻ ഇസ് ദ ചേഞ്ച് ഇൻ ദ ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ആണ്. അപ്പൊ വെൻ അയൺ ആൻഡ് റബ്ബർ ആർ സബ്ജക്റ്റഡ് ടു സം സ്ട്രെസ്, അയണിലും റബ്ബറിലും നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ റബ്ബർ ക്യാൻ ബി സ്ട്രെച്ചഡ് ഈസിലി. എന്താണ് സ്ട്രെച്ച്? നമുക്ക് പെട്ടെന്ന് നമുക്കത് സ്ട്രെച്ച് ചെയ്യാൻ പറ്റാൻ, ബട്ട് അയൺ ക്യാനോട്ട് ആണ് അല്ലെ? ഹെൻസ് അയൺ ഇസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. അപ്പോ റബ്ബറിനാണോ അയണിനാണോ, അതായത് പെട്ടെന്ന് സ്ട്രെച്ച് ആകുന്ന അതിന്റെ കഴിവാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോ അയൺ ആണ് ഇലാസ്റ്റിക്, അതായത് ഇലാസ്റ്റിക് സിറ്റി കൂടുതൽ. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആയിട്ട് തിരിച്ചു വരാനുള്ള അതിന്റെ കഴിവാണ്. അങ്ങനെ ആവാത്തത് ആരാണ്? അയൺ ആണ്. അതുകൊണ്ട് അയൺ ആണ് റബ്ബറിനേക്കാൾ ഇലാസ്റ്റിക് എന്നാണ് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കണു. അതായത് പെട്ടെന്ന് സ്ട്രെസ് ആവുന്നത് റബ്ബറാണ്. അപ്പോൾ ഇലാസ്റ്റിക്, റബ്ബറിനേക്കാളും ഇലാസ്റ്റിക് ആണ് അയൺ. അതായത് അയൺ നമ്മൾ വിചാരിച്ചാൽ അത് എന്താവുന്നില്ല, അതിന്റെ ഷേപ്പിനൊരു മാറ്റം സംഭവിക്കുന്നില്ല. ഓക്കെ.
നമ്മൾ കൊടുക്കുന്ന പ്രഷറും അതിന്റെ ലെങ്തിന് മാറ്റം വരുന്നില്ല ആരുടെ അയണിന്റെ. അതുകൊണ്ടാണ് അയൺ ഇസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്റ്റീലും റബ്ബറും ചോദിച്ചാൽ ഏതാണ് അപ്പൊ ഇലാസ്റ്റിക്, മോർ ഇലാസ്റ്റിക് എന്ന് ചോദിച്ചാൽ ഏത് പറയണം? സ്റ്റീലും റബ്ബറും ചോദിച്ചാല് പറഞ്ഞേ. സ്റ്റീലും റബ്ബറും ചോദിച്ചാലും സ്റ്റീലിനാണ് ഇലാസ്റ്റിക്, സ്റ്റീലാണ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. നമുക്ക് മാറിപ്പോകരുത്, നമ്മൾ റബ്ബറിന് എഴുതി വെക്കും, അങ്ങനെയല്ല. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഏക്കാത്ത സംഭവം അതാണ് ഇലാസ്റ്റിക് എന്ന് മനസ്സിലാക്കണം. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അതിനെ ഏക്കില്ല, നമ്മൾ കൊടുക്കുന്ന പ്രഷർ അതിനെ എന്ത് ചെയ്യുന്നില്ല, അതിന്റെ ഇതിലേക്ക് ചേഞ്ച് വരുത്തില്ല, ലെങ്ത്തിന് ഒരു മാറ്റം വരുന്നില്ല. അങ്ങനെയുള്ള മെറ്റീരിയൽസ്, അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഫലം നീക്കം ചെയ്താൽ വീണ്ടും പഴയ രൂപത്തിൽ തിരിച്ചു വരുന്ന വസ്തുക്കളാണ് ഇലാസ്റ്റിക് മെറ്റീരിയൽസ്. മനസ്സിലാവണ്ടോ? ഇത് ഇലാസ്റ്റിക് മെറ്റീരിയൽ ഏതാണെന്നല്ല ചോദിച്ചേക്കുന്നത്, ഇലാസ്റ്റിക് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റീല് അല്ലെങ്കിൽ അയൺ എന്ന ആൻസർ എഴുതണം. ഇപ്പോ സ്റ്റീലും ഗ്ലാസും ആണെന്ന് ചോദിച്ചു. ഏതിനാണ് ഇലാസ്റ്റിസിറ്റി കൂടുതൽ? ഇലാസ്റ്റിസിറ്റി ഓഫ് ദ സ്റ്റീൽ ഇസ് മോർ ദാൻ ദ ഗ്ലാസ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? മോസ്റ്റ് ഇലാസ്റ്റിക് മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്റ്റീലാണ്. സ്റ്റീലാണ് മോസ്റ്റ് ഇലാസ്റ്റിക് മെറ്റീരിയൽ. ഓക്കെ, ഓക്കെ. ക്ലാസ് കട്ടായി പോയായിരുന്നോ? ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? ക്വസ്റ്റ്യൻ നമ്പർ 8 ഡിസ്കസ് ചെയ്തത് കേട്ടിരുന്നോ? ഓക്കെ, then question number 9. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ അങ്ങോട്ട് കംപ്ലീറ്റ് ആകും. ഓക്കെ, when solid rubber ball is taken from the surface to bottom of a lake, reduction in its volume is 0.0012%. The depth of the lake is 0.360 kilometer. Density of the water is 1 gram centimeter cube. And the acceleration due to gravity is 10 Newton kilogram inverse. And calculate the bulk modulus of the rubber. ഇവിടെ നോക്കിയേ, ഹൈറ്റ് തന്നിട്ടുണ്ട്, അതായത് 360.360 കിലോമീറ്റർ എന്നാണ് തന്നേക്കണേ. അതിനെ നമുക്ക് മീറ്ററിലേക്ക് മാറ്റിയപ്പോൾ 360 കിട്ടി. ആൻഡ് ദ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ 1 gram centimeter cube ആണ്. ദാറ്റ് ഈസ് 10⁻³ kilogram meter cube. ആൻഡ് G, ദ ഗ്രാവിറ്റേഷൻ 10 Newton kilogram inverse. ഡെൽറ്റ V by V, അതായത് വോളിയം റേഷ്യോ എങ്ങനെയാണ്? 0.0012% ആണ്. അപ്പൊ പെർസെന്റേജ് ആയതുകൊണ്ടാണ് ഡിവൈഡ് ബൈ 100 എഴുതിയിരിക്കുന്നത്.
ആൻഡ് വാട്ട് ഈസ് ദ ബൾക്ക് മോഡുലസ്? നമ്മൾ പറഞ്ഞു എന്തായിരുന്നു ബൾക്ക് മോഡുലസ്? വോളിയം സ്ട്രെയിൻ ആണ് അല്ലെ? ബൾക്ക് മോഡുലസ് വോളിയം സ്ട്രെയിൻ, അതായത് F/A പ്രഷർ ആണ് നമുക്കറിയാം. ഫോഴ്സ് പെർ ഏരിയ പ്രഷർ, ദാറ്റ് ഈസ് ഡെൽറ്റ പി ഡിവൈഡ് ബൈ ഡെൽറ്റ വി ബൈ വി. ഡെൽറ്റ പി എച്ച് ഡെൻസിറ്റി റോ ആൻഡ് ജി ഇസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതാണ് പ്രഷർ. എച്ച് റോ ജി, ദാറ്റ് ഈസ് എച്ചിന് വാല്യൂ കൊടുക്കുക, ഡെൻസിറ്റിക്ക് വാല്യൂ കൊടുക്കുക ആൻഡ് ഗ്രാവിറ്റേഷൻ വാല്യൂ കൊടുക്കുക. 10 ആണ് ന്യൂട്ടൺ കിലോഗ്രാം ഇൻവേഴ്സ്. ആൻഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി കൊടുക്കുക. അതിനെത്രയാണ് നമുക്കറിയാം, റിഡക്ഷൻ ഇൻ ഇറ്റ്സ് വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. 0.0012% ആണ് അതിന്റെ റിഡക്ഷൻ. അതായത് ഡെൽറ്റ വി ബൈ വി ചേഞ്ച് ഇൻ ദ വോളിയം ആണ് അത്രയും. അതിനെ പെർസെന്റേജ് തന്നിരിക്കുന്നതുകൊണ്ട് ഡിവൈഡ് ബൈ 100 ചെയ്യണം. ദെൻ 0.0012%. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? 3 × 10⁻11 ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 എന്ന ആൻസർ കിട്ടും. നമുക്ക് എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? ഫോഴ്സ് പെർ ഏരിയ ഡിവൈഡ് ബൈ ദ വോളിയം സ്ട്രെയിൻ ആണ്. ഫോഴ്സ് പെർ ഏരിയ എന്താണ്? പ്രഷർ ആണ്. ദാറ്റ് ഈസ് എച്ച് റോ ജി. റോ ഇസ് ദ ഡെൻസിറ്റി, ജി ഇസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് എച്ച് ഇസ് ദ ഹൈറ്റ്. ഡെൽറ്റ വി ബൈ വി എന്ന് പറഞ്ഞാൽ ദ ചേഞ്ച് ഇൻ ദ വോളിയം പെർ ഒറിജിനൽ വോളിയം ആണ്. ദെൻ ഡെൽറ്റ വി ബൈ വി നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ എല്ലാ വാല്യൂസിലേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 × 10⁻11 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന ആൻസർ കിട്ടും. അപ്പൊ നമ്മുടെ ഈ പ്രോപ്പർട്ടീസ് ഓഫ് ദ എന്താണ്? സോളിഡ്, ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ സോളിഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ ചാപ്റ്റർ. അപ്പൊ അതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? ഹൂക്സ് ലോ, ബൾക്ക് മോഡുലസ്, 1 വേർഡ് ക്വസ്റ്റ്യൻസ്. ബൾക്ക് മോഡുലസിന്റെ ഇൻവേഴ്സ് എന്താന്ന് ചോദിച്ചാൽ അത് കംപ്രസബിലിറ്റിന്ന് ആൻസർ എഴുതുക. പിന്നെ ബൾക്ക് മോഡുലസും ഹൂക്സ് ലോയും ആണ് കൂടുതലും ചോദിക്കുക. അത് വെച്ചിട്ടാണ് ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നേക്കുന്നത്, യങ്സ് മോഡുലസ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ അത് നന്നായിട്ട് ആ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക, ഇക്വേഷൻസും മനസ്സിൽ തറാക്കുക. അപ്പൊ ഏത് പ്രോബ്ലംസ് വന്നാലും ചെയ്യാൻ പാകത്തിന്. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. 8 മണിയായി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സില്? ഓക്കെ, ക്ലാസ് ലീവ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.